അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചക്ക കൂട്ടാനായിട്ട് ഉണ്ടാക്കാൻ പോണത്. പച്ചച്ചക്ക ഇങ്ങനെ ചുളപ്പരച്ചിയാണ്ട് ചുള മാത്രം എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. മധുരമൊന്നും ഇല്ലാത്ത ചക്ക കേട്ടാ. നല്ല മൂത്തിക്കണ്, പക്ഷേ മധുരമൊന്നും പിടിച്ചിട്ടില്ല, പുളിപ്പൊന്നുമില്ല. അപ്പോൾ അത് ചുള മാത്രം എടുത്ത് അരിഞ്ഞാണ്ട് നമുക്കൊരു കുക്കറിലിട്ടിട്ട് അത് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കുറച്ച് എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടുകൊണ്ട് നമുക്ക് 2 വിസിലടിച്ചുകൊണ്ട് അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയും ചെറിയ ജീരകം കൂടെയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. വൈകുന്നേരം ചായക്കായാലും പിന്നെ ഉച്ചക്കും ചോറ്റ് കൂട്ടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇറച്ചിക്കറിയോ മീൻ കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൂട്ടിയാണ്ട് ഇങ്ങനെ തിന്നും, ഒഴിച്ച് കൂട്ടിട്ടാ. നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ വൈകുന്നേരം ചായക്ക് 10 മണിക്ക് ഇങ്ങനെ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയാണ്ട് അതിൻ്റെ കൂടെ കൂട്ടാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി. ഇത് പഴഞ്ചക്ക കേട്ടോ, നല്ല പൊടിയുള്ള ചക്കയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പൊരിച്ചാലിങ്ങനെ കുഴഞ്ഞു പോകുന്നു. ഞാൻ കുറച്ചെടുത്ത് പൊരിച്ച് നോക്കി, പക്ഷെ അത് ഇങ്ങനെ നമുക്ക് നല്ലൊരു വടി പോലെ നിൽക്കണില്ല. പൊടിയുള്ളതുകൊണ്ടാവും ഈ കാരണം വിചാരിക്കുക, നമുക്കറിയില്ല അതിനെ പറ്റിയിട്ട്. ഇനി ആവശ്യത്തിലുള്ള വെള്ളം കൂടെ അധികം കണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ. ഇത് വേവാനുള്ള. എന്നിട്ട് നമുക്കിത് കുക്കർ അടുപ്പത്ത് വെച്ചാണ്ട് 2 വിസിലൊന്ന് അടിച്ചു കൊടുത്താൽ മതിട്ടാ. വേഗം വേണ സാധനം കേട്ടാ. അപ്പം ഞാൻ ഇനി ഇത് തേങ്ങ ഇതിലേക്ക് ഇങ്ങനെ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതിലിട്ട് കൊടുക്കട്ടെ. ഇങ്ങനെ ആദ്യം ചിരൻ്റെ തേങ്ങ ആണെങ്കിൽ എല്ലാതും കൂടെ ഒപ്പിട്ടാണ്ട് കറക്കിയാൽ മതി. നമ്മൾ ഇങ്ങനെ മുറിച്ച് വെച്ചതല്ലേ, അപ്പോൾ അതൊന്ന് ഒറ്റ കറക്കലിന് കൊണ്ടുവരട്ടോ. പിന്നെ ഇതൊന്ന് നല്ലൊന്ന് കറക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 3 പച്ചമുളക് ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പച്ചമുളക് നീളത്തിൽ ഇട്ടാൽ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അരിയോളം ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതും തേങ്ങ നല്ല ഇങ്ങോട്ട് അരിഞ്ഞു പോകും. അപ്പോൾ അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു 3 തണ്ട് വേപ്പിൻ്റെ ഇല അങ്ങനെ മുറിച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ 2-3 ചെറിയ ഉള്ളിയും ഞാൻ ഇതിലേക്ക് ഇങ്ങനെ അരിഞ്ഞിടും. ബാക്കി വെളുത്തുള്ളിയും 2-3 ചെറിയ ഉള്ളി നമുക്കിത് കടു വറക്കണം. നേരത്തെ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാനുള്ള കേട്ടോ, ചതച്ചിങ്ങാണ്ട്. അങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാട്ടെ കൂട്ടാൻ. വെളുത്തുള്ളീൻ്റെ സ്മെല്ലും രസമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളിയും കൂടെ ഇതിൽ നല്ലോണം ചെത്തിയിട്ട് കൊടുക്കട്ടോ. ഇനി ആ ചെറിയ ജീരകം ഉണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഒന്ന് ഇതേമാതിരി ഒറ്റ കറക്കലിന് കൊണ്ടുവരാം കേട്ടോ. ഞാൻ മുളക് പൊടി ഇടൂല കേട്ടോ. അധികം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് എരിവിന് ഇടുന്നത് കേട്ടോ. ചിലർക്കൊക്കെ മുളക് പൊടിയാണ് ചിലരിടൽ. നമ്മൾ ചക്കച്ചോള വെക്കണ നേരത്തെ ആ മഞ്ഞൾ ഇടുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഒരുവിധ ആൾക്കാരൊക്കെ മുളക് പൊടിയും കൂടെ അതിൽ കൂട്ടിട്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ചതച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ അതും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നോക്കുക. നല്ല സൂപ്പറായി വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് കയ്യിൽ തട്ടിയാൽ മതിയാവും, നല്ല ഉടഞ്ഞു പോവും. നമുക്കിതൊന്ന് കടുവറക്കട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. വെളിച്ചെണ്ണ ഒക്കെ ആകുമ്പോഴാണ് അധികം ടേസ്റ്റ് ഉണ്ടാകുക. ഇല്ലെങ്കിൽ പിന്നെ വായിലായാലും ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കും. അതുപോലെ നമ്മളെ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ അത്രയും നമുക്ക് സന്തോഷമാണ് അല്ലേ. അതിൽ കൂട്ടുകളൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ ഉണക്കി ഇതാക്കി ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ അല്ലേ. ഇതാ വെളിച്ചെണ്ണ കേട്ടോ, നമ്മൾ ആട്ടിച്ച വെളിച്ചെണ്ണ തന്നെയാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ കടുക് പൊട്ടി പോരുന്ന നേരത്തെ ഞാനേ ഇത് മൂടി വെച്ച് കൊടുക്കും കേട്ടോ. എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമ്മളെ ഗ്യാസും ചുമരും റേക്കും ഒന്നാകെ കടുക് ഇങ്ങനെ പൊട്ടി തീർച്ചിട്ടേ ഒരു കഥാവും. പിന്നെ തുടച്ചാലും പോവില്ല, എത്ര ആയാലും ഒരു വൃത്തി ഉണ്ടാവില്ല. ഈ പണിയെടുക്കുന്ന നേരത്തുണ്ടല്ലോ എരപ്പായി കിടക്കുക. തീരെ പറ്റാത്തൊരിടപാട് കേട്ടോ. നമുക്ക് പണിയെടുക്കാൻ തന്നെ തോന്നില്ല അങ്ങനെ കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മൂടി വെക്കണത് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ എന്നും പറഞ്ഞ മാതിരി പോരായ്മകളും തെറ്റുകളും ഒക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ക്ഷമിക്കുക. ഇപ്പോൾ ചക്കക്കാലല്ലേ, എല്ലായിടത്തും ചക്കയും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. വൈകുന്നേരം ചായക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാണ്ട് കട്ടൻ ചായൻ്റെ കൂടെ ഇങ്ങനെ കുടിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ ആ വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടെ ചതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഞാൻ ഈ വേപ്പിൻ്റെലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂത്തുകാണ്ട് ആ ചക്ക വേവിച്ചുണ്ടല്ലോ അത് ഇതിക്കാണ്ട് കുട്ടി കൊടുക്കട്ടോ. പല രോഗത്തിനും നല്ലതാണ് ഈ ചക്ക. പക്ഷേ നമ്മളതിൽ ഒരുവിധ ആൾക്കാർക്കൊന്നും പറ്റില്ല. എല്ലാവർക്കും പൊത്ത ചക്ക മാത്രമേ പറ്റുള്ളൂ. ചക്കക്കുരും ചക്കയും എല്ലാത്തിനും നല്ലതാണെന്നാണ് പറയണത്. പിന്നെ അതത് മെനക്കെടാൻ ആൾക്കാർക്കും മടിയാണ്. വിളഞ്ഞുള്ളതുകൊണ്ട് കയ്യിന്മൊന്നും കാലുമൊന്നും വേറിടൂല. എന്തെങ്കിലും പെരെ പണി ഉണ്ടാതൊക്കെ കഴിച്ച് വെച്ചിട്ട് ഇങ്ങനത്തെ പണിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ചക്ക വെട്ടാനും പൊളിക്കാനൊക്കെ. ചക്ക തൊട്ടമാതിരി എന്ന് പണ്ടത്തെ ആൾക്കാർ പറയുമല്ലോ, ഒട്ടിയാണ്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാതും കൂടെ നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പം തന്നെ ഇതെല്ലാതും കൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഈ തേങ്ങ ഇതൊക്കെ പാടി ഒതുക്കിയതും കൂടെ ഇട്ടൊന്ന് ആവി കയറിയാൽ അതിനെക്കാട്ടും ടേസ്റ്റാവും. അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ. നല്ലൊന്ന് എല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊന്ന് ആവി കയറിക്കോട്ടെ. ആവി കയറിയതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കട്ടോ. അപ്പോൾ നമുക്കിതെല്ലാതും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്യട്ടെ. നല്ല പൊടിയുള്ള ചക്കയാണ്. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ചക്ക കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കഞ്ഞും ചക്ക കൂട്ടാനല്ലേ. ചക്കൻ്റെ കാലമായാൽ അവരധികം ചക്ക കൂട്ടാനും കഞ്ഞും ഉണ്ടാക്കുമെന്ന് പറയണേക്കെ അമ്മൊക്കെ. ഇന്നത്തെ കാലത്തെ മാതിരി കുറേ അതും ഇതൊന്നും ഇല്ലല്ലോ. പണ്ട് ചോറും കൂട്ടാനും പച്ചക്കറിയും അവരാരെ പറമ്പിലും അവിടെയും ഇവിടെ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ നുള്ളിപ്പെറുക്കി ഉണ്ടാക്കലൊക്കെ തന്നെയല്ലേ അന്നൊക്കെ പറയണേക്കാം. ഒരു കോഴി കൊണ്ട് അറുത്തിട്ട് എത്രയോ പെരക്കാർ കൂടിയിട്ട് പരിപാടി വയ്ക്കുമല്ലോ. കോഴീൻ്റെ ഇറച്ചിയൊന്നും കാണൂല എന്നാണ് കുറേ നീണ്ട നല്ല തേങ്ങ ഒക്കെ വറുത്തരച്ചൊരു കറിയാവും എന്നൊക്കെ പറയണേക്കാം. അപ്പോൾ കറി കുറച്ചും ഇറച്ചി തോന്നിയല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി. നമ്മളെ കൂട്ടാൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.